വെൽക്കം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 അണ്ടറിലാണ്. നമുക്ക് ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ റിട്ടേൺ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പേഴ്സൺ ടു അനദർ by mere delivery or by endorsement and delivery. ഇതാണ് ഡെഫിനേഷൻ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. എ ബി രണ്ട് വ്യക്തികളാണ്. എ ഒരു ഫ്രൂട്ട്സ് ഷോപ്പ് നടത്തുക. ബി ആ ഷോപ്പിൽ വന്നിട്ട് എയോട് പറയുന്നു, എനിക്കൊരു 100 kg ആപ്പിൾ വേണം. അങ്ങനെ എ സമ്മതിക്കുന്നു. എ എന്ത് ചെയ്യുന്നു? ആപ്പിൾ കൊടുക്കുന്നു. പക്ഷേ ബിയുടെ കയ്യിൽ അന്നേരം കൊടുക്കാനായിട്ടുള്ള പൈസ ഇല്ല. ബി പറയുന്നു 3 മാസത്തിനകം അല്ലെങ്കിൽ 6 മന്തിനകം ഇത്ര ഒരു ഡേറ്റ് പറയും, ഈ കാലഘട്ടത്തിനകം ഞാൻ പൈസ തരാം. അപ്പം അവിടെ മണി അന്നേരം കൊടുക്കുന്നില്ല, പകരം അവിടെ ഒരു ഇൻസ്ട്രുമെൻ്റ് കൈമാറുവാണ് അല്ലേ, ഒരു റിട്ടേൺ. അന്നേരം ബി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. എന്തെഴുതും? ഐ പ്രോമിസ് ടു പേ 10,000 ടു എ ഓർ ഓർഡർ ഓഫ് എ ആഫ്റ്റർ 30 days അല്ലെങ്കിൽ ആഫ്റ്റർ 3 months അല്ലെങ്കിൽ ആഫ്റ്റർ 2 months, അപ്പോൾ അങ്ങനെ അല്ല ആഫ്റ്റർ 6 months ദെൻ ബി സൈൻ ചെയ്യും. അപ്പം എക്ക് കൊടുക്കാം അല്ലെങ്കിൽ എയുടെ നിർദ്ദേശപ്രകാരം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ബി സൈൻ ചെയ്യും. ഇങ്ങനൊരു ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് ബി എക്ക് കൊടുക്കുന്നു. അതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പം ഇങ്ങനെ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതൊരു ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 പ്രകാരം പറയുന്നുണ്ട്. അതൊരു പ്രോമിസറി നോട്ടാവാം, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആവാം, ചെക്ക് ആവാം. അപ്പം അങ്ങനെ 3 രീതിയിൽ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒന്ന്. ഇനി നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമുക്ക് ജനറലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ക്രെഡിറ്റർ ഹാസ് റൈറ്റ് ടു കളക്ട് ഓൺ ഡ്യൂ ഡേറ്റ്. ഇവിടെ ക്രെഡിറ്റർ ആരാണ്? യെസ്, എ ആണ്. എക്ക് ഡ്യൂ ഡേറ്റിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ആഫ്റ്റർ 30 days അല്ലെങ്കിൽ ആഫ്റ്റർ 2 months അല്ലെങ്കിൽ ആഫ്റ്റർ 3 months. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന് അന്ന്, അപ്പം ആഫ്റ്റർ എന്ന് പറയുമ്പം ഒരു 3 days ഗ്രേസ് ഡേയ്സ് ആയിട്ട് ഉണ്ടാവും. എക്ക് ചെന്നിട്ട് ബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അത് എയുടെ അവകാശമാണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 എന്നുള്ളത് ഇന്ത്യ മൊത്തത്തിൽ തന്നെ ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അടുത്തത് നോക്കിയാൽ, എൻഡോസർ റൈറ്റ് ഓൺ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ എൻഡോസർ മേക്ക് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എൻഡോസർ ആരാണെന്നറിയോ? ബി ആണ്, അതായത് ബയർ. ആരാണ്? ഡെപ്റ്റർ ആണ് എപ്പോഴും. എൻഡോസർ എന്ന് പറയുന്നത് ഡെപ്റ്റർ ആണ് എപ്പോഴും എഴുതുന്നത്. അതായത് ഐ പ്രോമിസ് ടു പേ 10,000 ടു എ ഓർ ഓർഡർ ഓഫ് എ എന്ന് എഴുതുന്നത് എപ്പോഴും ഡെപ്റ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻഡോസർ ആണ് മേക്ക് ചെയ്യുന്നത് എൻഡോഴ്സ്മെൻറ്റ്. അടുത്തത്, എൻഡോസർ റൈറ്റ് പേബിൾ ടു എൻഡോസി ഓർ ഹിസ് ഓർഡർ ആൻഡ് എൻഡോസർ സൈൻ ഓൺ ഇറ്റ്. എൻഡോസർ റൈറ്റ് ചെയ്യും. എൻഡോസർ ആണ്, ബി ആണ് അല്ലെങ്കിൽ ഡെപ്റ്റർ ആണ് എപ്പോഴും അതിനകത്ത് എഴുതേണ്ടത് എക്ക് കൊടുക്കും. പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഉണ്ട്, ഓർ ഹിസ് ഓർഡർ. ഒന്നെങ്കിൽ എക്ക് കൊടുക്കാം അല്ലെങ്കിൽ എ പറയാം. എക്ക് വേറൊരു കടമുണ്ട്. വേറൊരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതും ഇതുപോലൊരു 3 മാസത്തിന് കഴിഞ്ഞിട്ട് തരാം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഈ ബി വന്ന് എയുടെ കയ്യിൽ നിന്ന് ഇതുപോലെ കുറച്ച് ആപ്പിൾ വാങ്ങിക്കുന്നത്. അപ്പം എക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്, എന്ത് ചെയ്യാനുണ്ട്? മറിച്ചൊരു പൈസ കൊടുക്കാനുമുണ്ട്. അപ്പോൾ എക്ക് പറയാം, ഒരു കാര്യം ചെയ്യും, എനിക്ക് തരണ്ട. ഇപ്പം ആ വ്യക്തിനെ നമുക്ക് ക്യൂ എന്ന് വിളിക്കാം. ആ ക്യൂവിനങ്ങ് കൊടുത്തേര്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ബി ഇവിടെ ആരാ? ഡെപ്റ്റർ അല്ലെങ്കിൽ ആരാ? എൻഡോസർ ആണ് എന്ത് ചെയ്യേണ്ടത്? സൈൻ ചെയ്യണം.
സൈൻ ചെയ്യാതെ ഒരു പേപ്പറും വാല്യൂ അല്ലല്ലോ, അല്ല. അപ്പം നോർമലി നോക്കിയാൽ അങ്ങനെയാണ്. അപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ മസ്റ്റായിട്ടും എൻഡോസർ എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം. ഇവിടെ എൻഡോസർ ആരാണ്, ബി ആണ്. ഓക്കെ. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എൻഡോസ്മെൻറ്റ് ബിഫോർ മെച്യൂരിറ്റി പീരീഡ് ആയിരിക്കണം. അതായത് എൻഡോസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മേലൊപ്പുവയ്ക്കൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത് അല്ലെങ്കിൽ അതിനകത്തൊരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് ആണ് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോസ്മെൻറ്റ് വാല്യുബിൾ ആവണമെങ്കിൽ അത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ത് കൊടുത്തു, ബിക്ക് കുറച്ച് ആപ്പിൾ കൊടുത്തല്ലേ. അപ്പോൾ ആ ആപ്പിൾ കൊടുക്കുന്നത് എപ്പോഴും ഈ മെച്യൂരിറ്റി പീരീഡിന് മുന്നിട്ടായിരിക്കണം. എൻഡോസി ഗോ ടു ഡെപ്റ്റേഴ്സ് ആൻഡ് കളക്ട് പേയ്മെൻറ്റ്. അതായത് ബി ആണ് 10,000 rupees എക്ക് കൊടുക്കാനുള്ളത്. അപ്പം ബിക്ക് അറിയാം ഒരു 30 days അല്ലെങ്കിൽ 2 months അല്ലെങ്കിൽ 3 months കഴിയുമ്പോൾ എന്നാ ചെയ്യണം, തീർച്ചയായിട്ടും 10,000 rupees എക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. പക്ഷേ എക്ക് അത് ഓർമ്മയില്ലാന്ന് ചിന്തിക്കട്ടെ, എ അങ്ങ് മറന്നുപോയി. ബി ആണെങ്കിൽ ബിക്ക് ഓർമ്മയുണ്ട്. ബി എ വിളിച്ചില്ലെങ്കിൽ കൂടെ എ മസ്റ്റായിട്ട് അതെന്നാ ചെയ്യണം, ഓർത്തിട്ട് ബിയുടെ അടുത്ത് പോയിട്ട് മണി കളക്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എ പറയുന്നുണ്ടാവും എന്ത് ചെയ്യണം, ക്യൂവിന് കൊടുക്കണം എന്നൊരു സിറ്റുവേഷനൂടെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ക്യൂവിന് കൊടുത്തിട്ടുണ്ട് എന്ന് എ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അത് എയുടെ ഡ്യൂട്ടിയാണ് മണി കളക്ട് ചെയ്യേണ്ടതും. അതുപോലെ തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ക്യൂവിന് മണി കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതും അത് ഉറപ്പ് വരുത്തേണ്ടതും ആരുടെ കടമ മാത്രമാണ്, എയുടെ കടമ മാത്രം. റൈറ്റ് ടു കളക്ട് എമൗണ്ട് അല്ലേ, എ ആണ് ചെന്ന് ബിയുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കളക്ട് ചെയ്യേണ്ടിയെന്ന്. ഇനി എ ചെല്ലുമ്പോൾ ബി പറയാ ഇല്ല എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയാനായിട്ട് ബിക്ക് പറയാൻ പറ്റത്തില്ല. എക്ക് എന്നാ ഉണ്ട്, അല്ലെങ്കിൽ പിക്ക് എന്നാ ഉണ്ട്, അല്ലെങ്കിൽ ക്യൂവിന് എന്നാ ഉണ്ട്, അല്ലെങ്കിൽ ഡിക്ക് എന്നാ ഉണ്ട്, അധികാരമുണ്ട് ആ മണി വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ എക്ക് അധികാരമുണ്ട് മണി വാങ്ങിക്കാനായിട്ട്. അടുത്ത പോയിൻറ്റ് ഒബ്ലിഗേഷൻ ടു പേ എമൗണ്ട്. ഇവിടെ ബി ആണ് എപ്പോഴും നമ്മളുടെ ഡെപ്റ്ററായിട്ട് നിൽക്കുന്നത്. ബിക്ക് എന്നാ ഉണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട് ടു ഈ ഒന്നെങ്കിൽ എക്ക് അല്ലെങ്കിൽ ക്യൂവിന് അല്ലെങ്കിൽ പിക്ക് അല്ലെങ്കിൽ ഡിക്ക്. ആര് ക്രെഡിറ്റർ ആയാലും ബിക്ക് ഉത്തരവാദിത്തം ഉണ്ട് അവർക്ക്, ഇൻസ്ട്രുമെൻറ്റ് കയ്യിലുള്ളവർക്ക് മണി കൊടുക്കാനായിട്ട്. അല്ല ബിക്ക് പറയത്തും പറ്റത്തില്ല എൻ്റെ ക്രെഡിറ്റർ ഡി അല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ ക്രെഡിറ്റർ പി അല്ലായിരുന്നല്ലോ, എൻ്റെ ക്രെഡിറ്റർ എ ആണെന്ന് പറയാൻ പറ്റത്തില്ല, മണി കൊടുക്കണം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആപ്ലിക്കബിൾ ഓൺ റിട്ടേൺ ഡോക്യുമെൻറ്റ് ആൻഡ് ഓറലി നോട്ട് സഫിഷ്യൻറ്റ്. അതായത് ഞാൻ പറഞ്ഞു ആദ്യം തൊട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു എഴുതണം അല്ലേ, ഒരു പേപ്പറിനകത്ത് എഴുതണം പ്രോമിസ് ടു പേ 10,000 ടു എ ഓർ ഓർഡർ ഓഫ് എ ആഫ്റ്റർ 30 days 2 months അങ്ങനെ എന്തുവേലും ഒരു പീരീഡിന് കഴിഞ്ഞ് ഞാൻ കൊടുത്തിരിക്കും. എന്നിട്ട് എന്നാ ചെയ്യണം, ബി സൈനും ചെയ്യണം. അപ്പോൾ അങ്ങനെ മസ്റ്റായിട്ടൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓറലി പറഞ്ഞാൽ പറ്റത്തില്ല, എന്നാലല്ല സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് വാല്യുബിൾ ആക്കണമെങ്കിൽ മസ്റ്റായിട്ടും എഴുതിയിട്ട് സൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് അടുത്തൊരു ജനറൽ പോയിൻ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ടത്. അടുത്ത പോയിൻ്റാണ് ഹോൾഡർ ടൈറ്റിൽ ഈസ് ഫ്രീ ഫ്രം ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ എക്കാണ് എന്ത് കിട്ടേണ്ടത്, മണി കിട്ടേണ്ടത്. ആര് കൊടുക്കണം, ബി കൊടുക്കണം. അപ്പോൾ ഇവിടെ ആരാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എഴുതിയത്, ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാ എഴുതേണ്ടത്, എൻഡോസറാണ്. ഇവിടെ എൻഡോസർ ആരാണ്, ബി ആണ്. അപ്പം എൻഡോസറാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എഴുതേണ്ടത്. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എഴുതിയിട്ട് സൈൻ ചെയ്യണം അല്ലേ. എന്നിട്ട് ആർക്ക് കൊടുക്കണം, യെസ് എക്ക് കൊടുക്കണം. അപ്പോൾ എ എവിടെ എന്നാ ചെയ്യുക, ഹോൾഡ് ചെയ്യുക അല്ലേ, കൈവശം വച്ചേക്കുക. അപ്പം എ ആണ് എന്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്, വെദർ ഇഫ് ഇറ്റ് ഈസ് പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ചെക്സ് ആണ് നമ്മൾ പഠിക്കും. ജനറലായിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കയ്യിൽ വെച്ചേക്കുന്ന ആരാണ്, എ ആണ് അല്ലേ. ആര് കൊടുക്കുന്നു, ബി കൊടുക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് വേണ്ട ക്യൂവിന് കൊടുത്തേരാം, ക്യൂ പറഞ്ഞു എനിക്ക് വേണ്ട അത് പിക്ക് കൊടുത്തേരാം, പി പറഞ്ഞു എനിക്ക് വേണ്ട അത് ഡിക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ എല്ലാ കേസിലും ആരാണ് ക്രെഡിറ്റേഴ്സ് വരുന്നത്, ഡി, പി, ക്യൂ, എ. അപ്പോൾ ഇവരാണ്
ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സിൻ്റെ ഇപ്പോൾ ബിക്ക് കൊടുക്കണം എന്ന് പറയാം, ക്യൂവിന് കൊടുക്കണം എന്ന് പറയുമ്പം അത് വെറുതെ പറഞ്ഞാൽ പോരാ, ഈ ഇൻസ്ട്രുമെൻറ്റിനകത്ത് എഴുതുകയും ചെയ്യണം. മാത്രമല്ല ഈ ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യണം, കൈമാറണം. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ റെഡ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ പേപ്പർ, ആ പേപ്പർ ആരുടെ കയ്യിലാണോ ഉള്ളത് ആ വ്യക്തി എന്നാ ചെയ്യണം, ആ വ്യക്തിയുടെ പേരാണ് ഹോൾഡർ. അപ്പോൾ ഹോൾഡർ ടൈറ്റിൽ ഈസ് ഫ്രീ ഫ്രം ഡിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ, ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പദവി. അദ്ദേഹത്തിന് ആ പേപ്പർ കൈവശം വെച്ചേക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പദവി അല്ലേ. അപ്പോൾ അദ്ദേഹം ആ എ കൈവച്ചേക്കുന്നു, എക്കത് ലീഗലി കിട്ടിയതാണല്ലോ ബിയുടെ കയ്യിൽ നിന്ന്. എന്തുകൊണ്ടാണ്, അവിടെ നേരത്തെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. എ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വെജിറ്റബിൾസ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ക്യൂവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യൂവിനും ആ ടൈറ്റിൽ എന്ത് ചെയ്തു, ലീഗലി കിട്ടിയതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എയുടെ കയ്യിൽ നിന്ന് ഈ പേപ്പർ അങ്ങ് കളഞ്ഞു പോയിട്ട് ഒരു പാർക്കിൽ പോയതായിരുന്നു എയുടെ കയ്യിൽ ഈ പേപ്പർ കളഞ്ഞുപോയി. ഈ പേപ്പർ എക്സിന് കിട്ടുന്നു. അങ്ങനെ എക്സ് കൈവശം വെച്ചിട്ടുണ്ട്, പക്ഷേ ബി അത് അറിയുന്നില്ല. കാരണം എയുടെ കയ്യിൽ നിന്ന് അത് കളഞ്ഞുപോയി, എക്സിന് അത് കിട്ടി. എക്സാണ് അതിനകത്ത് ആ കൈവശം വെച്ചിരിക്കുന്ന ടൈറ്റിൽ. അപ്പം ജനറലി പറഞ്ഞാൽ എക്സിൻ്റെ കൈവശമായിരിക്കുന്ന ഈ പേപ്പർ ഇരിക്കുന്നെങ്കിൽ അതെങ്ങനെ കിട്ടി എന്നുള്ളൊരു കാര്യം ബി നോക്കേണ്ട ആവശ്യമില്ല. എക്സാണ് ആ ഡ്യൂ ഡേറ്റിൽ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റും കൊണ്ട് പൈസ താ എന്ന് പറഞ്ഞിട്ട് ബിയുടെ എടുത്ത് വരുന്നെന്നുണ്ടെങ്കിൽ ബി ആ പേപ്പർ എങ്ങനെ എക്സിന് കിട്ടി എന്നുള്ള കാര്യം ബി നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഡെപ്റ്റർ നോക്കേണ്ട ആവശ്യമില്ല. ആരുടെ കയ്യിലാണോ ഈ പേപ്പർ ഇരിക്കുന്നത് ആ വ്യക്തിക്ക് ആ പൈസ കൊടുക്കാനുള്ള അധികാരം ജനറലി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ ആക്ട് പ്രകാരം ബിക്കുണ്ട്. എങ്ങനെ കിട്ടി, കളഞ്ഞു കിട്ടിയതാണോ അതല്ലാന്നുണ്ടെങ്കിൽ മോഷ്ടിച്ചതാണോ, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ബിക്ക് ആ പേപ്പർ കൈവശമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആ പേപ്പർ കൈവശം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പേ ചെയ്യാം, മണി കൊടുക്കാം.